നമസ്കാരം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അവർ കാണിച്ച ക്രൂരതകളുടെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറം ലോകം അറിഞ്ഞതോടെ ഇപ്പോൾ മമതയും പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ കുറ്റവാളികളെന്നോണം മൗനം പാലിച്ചു നിൽക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാനത്ത് ജംഗിൾ രാജ് നിലനിൽക്കുന്നുവെന്ന് ഗൗരവ് ഭാട്ടിയ ആരോപിച്ചു. സംസ്ഥാനത്തെ സന്ദേശ് ഖാലി മേഖലയിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുടെ പേരിൽ സംസ്ഥാനത്തുണ്ടായ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം മമതയാണെന്നും അവർ എത്രയും വേഗത്തിൽ രാജിവെക്കണമെന്നും ഭാട്ടിയ ആവശ്യപ്പെട്ടു. ബംഗാളിൽ തൃണമൂൽ ഭരണത്തിന് കീഴിൽ സമ്പൂർണ്ണ അരാജകത്വവും നിയമരാഹിത്യവും നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഭാട്ടിയ സന്ദേശ് ഖാലിയിലെ വനവാസി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത പാർട്ടി ഗുണ്ടകൾക്ക് ബാനർജി സംരക്ഷണം നൽകുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാളിൽ ജംഗിൾ രാജ് നടക്കുന്നുണ്ട്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരിമാരെ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ബലാത്സംഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു മിണ്ടാപ്രാണിയാണ് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. പശ്ചിമ ബംഗാളിൽ നിയമവാഴ്ചയില്ല എന്നുള്ളത് ഓരോ പൗരനും വ്യക്തമാണെന്ന് ഭാട്ടിയ പറഞ്ഞു. പകരം അരാജക ഭരണാധികാരിയായ മമതാ ബാനർജിയുടെ നിയമമാണ് അവിടെ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനത്ത് മമതാ ബാനർജിക്ക് തുടരാൻ അവകാശമില്ലെന്ന് വാദിച്ച ഭാട്ടിയ അല്പമെങ്കിലും നാണക്കേട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ മമത ഉടൻ തന്നെ രാജിവെക്കണമെന്നും പറഞ്ഞു. ഇതിനു പുറമെ ലൈംഗികാതിക്രമത്തിന് ഇരയായവർക്കൊപ്പം BJP തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഭാട്ടിയ പറഞ്ഞു. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും ഭരണഘടനയിൽ വിശ്വാസമുള്ള ഓരോ സ്ത്രീയുടെയും പോരാട്ടമാണിത്. BJP ഈ പോരാട്ടത്തെ എല്ലാ ശക്തിയോടെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാൾ സർക്കാർ ബലാത്സംഗം ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുകയും പോലീസിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ആരോപിച്ച BJP നേതാവ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷിക്കുന്ന ഷെയ്ഖ് ഒളിവിലാണെന്ന് തെളിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ലൈംഗികാതിക്രമത്തിന് ഇരയായവർക്കെതിരെയും അവരുടെ ബന്ധുക്കൾക്കെതിരെയാണ് പശ്ചിമ ബംഗാൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പോലീസിന്റെ ഈ ഒരു നടപടിയെ ലജ്ജാകരമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വനവാസി സമൂഹങ്ങളെ ശാക്തീകരിക്കുവാനും അവരെ മുഖ്യധാരയിലേക്ക് സമന്വയിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് ഭാട്ടിയ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിൽ വനവാസികളുടെ ഭൂമി ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുകയാണ്. മുൻഗണനകളിലും നടപടികളിലും തികച്ചും വ്യത്യസ്തമാണെന്നും ഭാട്ടിയ പറഞ്ഞു. മമതാ ബാനർജി ഒരു രക്ഷകിൽ നിന്ന്, അതായത് സംരക്ഷകനിൽ നിന്ന് ഒരു ഭക്ഷക് വേട്ടക്കാരനായി തീർന്നിരിക്കുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുവാനുള്ള BJPയുടെ പോരാട്ടങ്ങളെ തൃണമൂൽ കോൺഗ്രസിന് തകർക്കാനാവില്ല എന്നും മമതാ ബാനർജിയും പശ്ചിമ ബംഗാൾ പോലീസും മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.